ഒന്ന് പോടി, അതൊക്കെ പിന്നെ പറയാം. എനിക്ക് ഉറക്കം വരുന്നു, നീ ഒന്ന് പോയിക്കേ. ഞാൻ പറഞ്ഞു. അയ്യടാ, എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ചേട്ടനങ്ങനെ ഉറങ്ങണ്ട, വാ. അയ്യോ ഒന്ന് പോടി, അമ്മ വല്ലതും കണ്ടാൽ തീർന്നു. നിനക്ക് തീരെ ബോധമില്ലേ? അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചേട്ടൻ ചോദിച്ചില്ലല്ലോ, അത് പറയാനാ. അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഓഹ് എടി, ദയവേത് നീ ഒന്ന് പോ. നാളെ നേരം വെളുത്ത ഉടനെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കേട്ടോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ചേട്ടൻ എന്നെ കോളേജിൽ വിട്ടാൽ മതി. ആ ശരി, സമ്മതിച്ചു, നീ ഒന്ന് പോ. അങ്ങനെ അത് കേട്ട് അവൾ റൂമിലേക്ക് പോയി. ഉച്ചയിലെത്തിയ ഉറക്കം പിടിച്ചു വെക്കാനാവാതെ ഞാൻ അവിടെ കിടന്നുറങ്ങി. രാവിലെ എൻ്റെ റൂം തുറന്നു കിടക്കുന്ന കണ്ട് അമ്മ എൻ്റെ റൂമിലേക്ക് വന്നു. എൻ്റെ ഡ്രസ്സും കിടപ്പും കണ്ട് അമ്മ ചോദിച്ചു, ഡാ, നീ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു? ഞാൻ ഒന്നും പറയാതെ തിരിഞ്ഞു കിടന്നു. എൻ്റെ റൂമിലേക്ക് വന്ന അനിയത്തിയോടും അമ്മ ചോദിച്ചു, എടി, ഇന്നലെ ഇവൻ എവിടെയെങ്കിലും പോയിരുന്നോ? ആ, എനിക്കറിയില്ല. എന്താ അമ്മേ പ്രശ്നം? അവൾ ഒന്നും അറിയാത്ത പോലെ അമ്മയോട് ചോദിച്ചു. ഇവൻ എവിടെന്നാ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന് കിടക്കുന്നത്? സാധാരണ ഇവൻ ഇങ്ങനെയല്ലല്ലോ കിടക്കാറ്. ആ, അത് ചിലപ്പോൾ എവിടെയെങ്കിലും പോവാൻ തീരുമാനിച്ചു, പിന്നെ മടി തോന്നിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയതാവും, അവൾ അമ്മയോട് പറഞ്ഞു. അതും വിശ്വസിച്ച് അമ്മ അടുക്കളയിലേക്ക് പോയി. ചേട്ടാ, എഴുന്നേക്ക്, നേരം വെളുത്തു, അവളെന്നെ വിളിച്ചു. ഒന്ന് പൊക്കേടി, ഞാനൊന്ന് ഉറങ്ങട്ടെ, ഞാൻ അവളോട് പറഞ്ഞു. ആ, ഉറങ്ങിച്ചാവ് എന്നും പറഞ്ഞ് അവൾ അമ്മയുടെ പുറകെ പോയി. അങ്ങനെ ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് എൻ്റെ സ്ഥിരം കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. ചേട്ടാ, ഞാനും വരാം എന്നും പറഞ്ഞ് അനിയത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എങ്ങോട്ടാടി നീ പോകുന്നത് എന്നും ചോദിച്ച് അമ്മ പുറകെ ഓടി വന്നു. ഞാൻ ചേട്ടൻ്റെ കൂടെ കോളേജിലേക്ക് പോവാ, അവൾ അമ്മയോട് പറഞ്ഞു. മിണ്ടരുത്, മര്യാദക്ക് ബസ്സിന് പോയാൽ മതി, അന്ന് പോയത് ഓർമ്മയില്ലേ? അമ്മ ചോദിച്ചു. ഒന്ന് പോവമ്മേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അവൾ പറഞ്ഞു. ഡി, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, മര്യാദക്ക് ബസ്സിന് പോയാൽ മതി, അല്ലെങ്കിൽ നീ കോളേജിൽ നിന്ന് പോവണ്ട, അമ്മ പറഞ്ഞു. അതെന്തു പറ്റി, കോളേജിൽ പോവണ്ടെന്ന് പറയുന്നു? അതും ചോദിച്ചുകൊണ്ട് മുകളിലെ അണ്ണൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അണ്ണൻ രാവിലെ കട തുറക്കാൻ കടയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. ഏയ്, അതൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇവളോട് പറഞ്ഞതാ, അമ്മ കൊഞ്ചിക്കൊണ്ട് അണ്ണനോട് പറഞ്ഞു. എന്താണ് മോളെ പ്രശ്നം? ചേട്ടൻ നിന്നെ കൊണ്ടുപോകുന്നില്ലേ? വാ, ഞാൻ അങ്ങോട്ടേക്കാ, ഞാൻ കൊണ്ടുവിടാം, അണ്ണൻ പറഞ്ഞു. ഏയ്, അത് വേണ്ട, അമ്മയും അവളും ഒരുമിച്ച് പറഞ്ഞു. അണ്ണൻ അമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കി. അനിയത്തി വേഗം വന്ന് എൻ്റെ കൂടെ ബൈക്കിൽ കയറിയിരുന്നു. ഞാൻ വേഗം ബൈക്കെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. ചേട്ടാ, അമ്മ ഇന്ന് പണി പറ്റിക്കുമെന്നാണ് തോന്നുന്നത്, അവൾ ബൈക്കിൻ്റെ പുറകിലിരുന്ന് എന്നോട് പറഞ്ഞു. അതെന്താടി അങ്ങനെ പറയാൻ, ഞാൻ ചോദിച്ചു. അല്ല, അവരുടെ നിൽപ്പ് തീരെ ശരിയല്ല, മിക്കവാറും ഇന്നും അമ്മ പോകും അരി പൊടിപ്പിക്കാൻ. ഒന്ന് പോടി, അതൊന്നുമില്ല, എന്നും ഇതാണോ പരിപാടി, മടുക്കില്ലേ? ഞാൻ ചോദിച്ചു. മടുക്കാനോ, അതൊക്കെ ചേട്ടന്, നല്ല ഒന്നാം തരം കളി കിട്ടിയ ആർക്കും മടുക്കില്ല. ഓ, എനിക്ക് തോന്നുന്നില്ല, ഞാൻ അവളോട് പറഞ്ഞു. ഞാനാ പറയുന്നത്, നമുക്ക് നോക്കാം, മിക്കവാറും ഇന്ന് അമ്മ അയാളുടെ കൂടെ പോകും, ബെറ്റ് വെക്കുന്നോ? ഏയ്, ബെറ്റൊന്നും വേണ്ട, നമുക്ക് നോക്കാം. അല്ല, നീ എന്താ എന്നോട് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞത്? അത് പിന്നെ, ഓഫ്, ഇങ്ങോട്ട് പറയടി, ഞാൻ അറിയട്ടെ എന്താ എന്ന്. അത് ചേട്ടാ, എനിക്ക് കുറച്ച് പൈസ കിട്ടുന്ന കാര്യമാണ്, ചേട്ടൻ ഒന്ന് കൂടെ നിൽക്കാമോ? എന്താടി, എന്താ കാര്യം, ഫസ്റ്റ് അത് പറ. അത് ചേട്ടനൊന്ന് ബൈക്ക് നിർത്ത്, എന്നാ ഞാൻ പറയാം. ഒന്ന് പോയടി, ഒരു തവണ ബൈക്ക് നിർത്തിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഓ ചേട്ടാ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ, അത് കളാ, ചേട്ടനൊന്ന് നിർത്ത്, ഞാൻ പറയാം. ആ ശരി, നിർത്താം. അങ്ങനെ ഞാൻ അന്നത്തെ പോലെ ഒരു കടയുടെ സൈഡിൽ ബൈക്ക് നിർത്തി. ആ, ഇനി എന്താണെന്ന് വെച്ചാൽ പറ. അത് ചേട്ടാ, ചേട്ടൻ വിചാരിച്ചാൽ നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം,
ചേട്ടൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചാൽ മതി. എന്താടി പ്രശ്നം, അത് പറ. എന്നിട്ട് തീരുമാനിക്കാം നിൽക്കണോ വേണ്ടോ എന്ന്. ആ, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ആള് നല്ല പൈസക്കാരനാ. മൂപ്പർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഏ, നിൻ്റെ ഫ്രണ്ടിനെ നീ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചു. ഏയ് ഇല്ല ചേട്ടാ, അയാൾ ഒരു ഗൾഫുകാരനാ. ഓൺലൈൻ വഴിയുള്ള ബന്ധമാ. ഏ, ഗൾഫുകാരനോ? അതാരാ? ആ, അയാളുടെ പേര് അഷ്റഫ്. ഒരു 19 വയസ്സുണ്ടാവും. പക്ഷേ ആള് നല്ല ഡീസൻ്റാ. ഏ, 50 വയസ്സോ? നിനക്കെന്തൊരു പ്രാന്താണോ അവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ? അതല്ല ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആളൊരു പാവ. മൂപ്പർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എത്ര വേണമെങ്കിലും തരാമെന്നും പറഞ്ഞു. ഒന്ന് കാണാനോ? എനിക്ക് തോന്നുന്നില്ല. വേറെ വല്ല ഉദ്ദേശമാകും. ഞാൻ പറഞ്ഞു. ആ, ഉദ്ദേശം ചേട്ടൻ വിചാരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഒന്ന് കൂടിയ ഒരു ഐഫോണും പിന്നെ കുറേ ക്യാഷും കിട്ടും. ഐഫോൺ വേണമെങ്കിൽ ഞാൻ ചേട്ടന് തരാം. ഐഫോണോ? ഏത്, 17 ആണോ? ഞാൻ ചോദിച്ചു. ആ, അതൊന്നും എനിക്കറിയില്ല. നീ സമ്മതിച്ചാൽ ഞാൻ ഓക്കെ പറയും. അതെന്താ ഇപ്പോൾ എന്നോടൊരു സമ്മതം ചോദിക്കൽ? മുൻപൊന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. അത് പിന്നെ വീട്ടിലേക്ക് വരട്ടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നിന്നെയും അറിയിക്കാമെന്ന് കരുതി. ഏ, വീട്ടിലേക്കോ? നിനക്ക് നിൻ്റെ ഉഴിച്ചിൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാൽ പോരെ? എന്തിനാടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അത് അയാൾക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. എന്നോട് വീട്ടിലേക്ക് വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം എനിക്ക് അയാളോട് പറയാൻ. അതിപ്പോൾ ഞാനെന്ത് പറയാനടി? നിൻ്റെ ജീവിതം നീ ഇങ്ങനെ ആക്കിയില്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുക, ഇതൊക്കെ വേണോടി? നിൻ്റെ ഭാവി എന്താവും ഇങ്ങനെ പോയാ? ഓ എൻ്റെ ചേട്ടാ, അതൊന്നും ഓർത്ത് ചേട്ടൻ്റെ തല പുണ്ണാക്കണ്ട. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഭാവി, അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എത്ര നന്നായി നടന്നിട്ടും കിട്ടാൻ പോകുന്നത് ഏതെങ്കിലും കുരുത്തം കെട്ടവനെ ആയിരിക്കും. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല മോളെ. അല്ല, അയാളിപ്പോൾ എവിടെയാ? ആര്? അഷ്റഫിക്കയോ? മൂപ്പരിപ്പോൾ നാട്ടിലുണ്ട്. ഏത് നാട്ടുകാരനാ നിൻ്റെ ഈ അഷ്റഫിക്ക? അല്ല, അയാൾക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ? ഞാൻ ചോദിച്ചു. മൂപ്പര് മലപ്പുറത്തുള്ളതാ. നല്ലൊരു മൊഞ്ചത്തി ഭാര്യയും പിന്നെ 2 മക്കളും ഉണ്ട്. ഓ, മൊഞ്ചത്തി ഭാര്യ വിട്ടിട്ടാണോ അയാൾ ഈ പരിപാടിക്ക് നടക്കുന്നത്? കൊള്ളാം. അല്ല, മൊഞ്ചത്തിയാണെന്ന് നീ എങ്ങനെ കണ്ടു? അതെനിക്ക് ഇക്ക ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാറുണ്ട്. എന്നാലും ഇയാൾക്കൊക്കെ ഇതെന്തിൻ്റെ സൂക്കേടാ? നല്ലൊരു ഭാര്യ ഉണ്ടായിട്ടും. അത് ചേട്ടൻ അറിയാനിട്ടാ. കട്ട് തിന്നുന്നൊരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഒരു കല്യാണം കഴിക്കണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് പോകാം. കോളേജിൽ കയറാൻ സമയമാകാൻ തുടങ്ങി. അല്ല, എൻ്റെ കാര്യത്തിൽ നീ ഒന്നും പറയുന്നില്ലേ? അത് മറന്നോ നീ? ഞാൻ ചോദിച്ചു. ചേട്ടൻ്റെ എന്ത് കാര്യം? അല്ലടി, മുകളിലെ ചേച്ചി. ഓ, അതോ? അതിന് വേണോ? ശോഭേച്ചി കിട്ടിയില്ലേ, അത് പോരെ? ഏയ്, അതൊന്നും പറ്റില്ല. ഞാൻ കുറേ ആഗ്രഹിച്ചതാ. നിനക്കൊക്കെ എത്ര വേണമെങ്കിലും ആകാം, എനിക്ക് മാത്രം ഒന്നോ? അത് ചേട്ടാ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് സെറ്റാക്കാന്നേ. ചേട്ടൻ വണ്ടി എടുക്ക്. അങ്ങനെ ഞാൻ ബൈക്കെടുത്ത് അവളുടെ കോളേജിലേക്ക് വിട്ടു. അന്ന് കണ്ട ആ സുന്ദരി പെണ്ണിനെ കോളേജിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വീണ്ടും കണ്ടു. ഡി, ഇവളല്ലേ അന്ന് നമ്മളെ അവിടെ വെച്ച് കണ്ടത്? ഞാൻ അനിയത്തിയോട് ചോദിച്ചു. ഓ, കൊച്ചു കള്ളൻ, നല്ല ഓർമ്മശക്തിയാണല്ലോ. അത് പിന്നെ ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ ആരാടി ഓർക്കാതിരിക്കുക? ഞാൻ പറഞ്ഞു. മതി മതി, നീ ഓർത്തതൊക്കെ. ഇനി നിനക്ക് അവളെ വേണമായിരിക്കും അല്ലേടാ? അത് പിന്നെ അവൾക്കെന്നെ ഒരു നോട്ടമുണ്ട്. കിട്ടിയാൽ പുളിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു. മതി കൊഞ്ചിക്കൊണ്ട് നിന്നത്. ഞാൻ പോട്ടെ, സമയമായി. ചേട്ടൻ വണ്ടി വിട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് വൈകുന്നേരം എന്നെ അറിയിക്കണം, അവൾ പറഞ്ഞു.
അങ്ങനെ ഞാൻ കടയിലേക്ക് പോയി. കടയിൽ ചെന്ന ഉടനെ ശോഭേച്ചിയുടെ കോൾ വന്നു. ഹലോ, എന്തായിടാ, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ കടയിലാണ് ശോഭേച്ചി. അത് പിന്നെ മീര വന്ന് കഥ തുറന്നു തന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി. അല്ലടാ, അമ്മ അറിഞ്ഞോ? ശോഭേച്ചി ചോദിച്ചു. ഏയ്, അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ നേരെ വന്ന് കിടന്നുറങ്ങി. അല്ല, അപ്പോൾ മീര എന്തെങ്കിലും ചോദിച്ചോ? ആ, അവൾ കളിയാക്കുന്നുണ്ട്. വേറെ കൂടുതലൊന്നും ചോദിച്ചില്ല. പക്ഷേ അവൾ ചോദിക്കും. അവളെ എനിക്കറിയാം. അല്ല, അവിടെ ആരെങ്കിലും അറിഞ്ഞോ? ഞാൻ ചോദിച്ചു. ഇവിടെ ആരറിയാൻ? രാജേട്ടൻ എഴുന്നേറ്റ് ജോലിക്ക് പോയി. കുട്ടികൾ സ്കൂളിലേക്കും. ചേച്ചി പറഞ്ഞു. ഓ, രാജേട്ടൻ ജോലിക്ക് പോയോ? ഞാൻ കരുതി ഇന്ന് പോയിട്ടുണ്ടായില്ലെന്ന്. ആ, അതൊക്കെ പോകും. ആ കാര്യത്തിലെല്ലാം ആൾ പുലിയാ. പിന്നെ നീ ഇനി എപ്പോഴാണ് ഫ്രീ? അത് ചേച്ചി, ഞാൻ ഇനി ഫ്രീ ആണെങ്കിൽ വൈകുന്നേരം ആകും. എന്താ ചേച്ചിക്ക് പ്രശ്നം? അല്ലടാ, ഞാനിവിടെ ചുമ്മാ ഇരിക്കാം. പറ്റിയ ഇങ്ങോട്ടൊന്ന് വാ. ഓ, അതാണോ? ഞാൻ നോക്കട്ടെ. പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. വരാൻ പറ്റുമോ എന്നറിയില്ല. അത് വൈകുന്നേരം വന്നാൽ ശരിയാകില്ലടാ. കുട്ടികളുണ്ടാകും. പിന്നെ ചിലപ്പോൾ രാജേട്ടനും വന്നിട്ടുണ്ടാവും ആ സമയത്ത്. പിന്നെ എപ്പോഴാ? രാത്രി വരാനാണോ? എനിക്കൊന്നും വയ്യ. ഇന്നലെ തന്നെ എൻ്റെ ഉപ്പാടിളകി. ഞാൻ പറഞ്ഞു. അതൊക്കെ ഒരു ഇളക്കമാണോ മോനെ? ഇനി എത്ര ഇളകാൻ കിടക്കുന്നു? ചേച്ചി പറഞ്ഞു. മനസ്സിലായി. പിന്നെ ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. കടയിൽ കുറച്ച് തിരക്കുണ്ട്. ഓക്കേടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നീ ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. ആ, ശരി ചേച്ചി. അങ്ങനെ ഞാൻ ചേച്ചിയുടെ കോൾ കട്ട് ചെയ്ത് കസ്റ്റമേഴ്സിനെ ശ്രദ്ധിച്ചു. അങ്ങനെ സമയം 4-5 മണിയായി. പോക്കറ്റിൽ നിന്നും ഫോൺ റിങ് ചെയ്തു. ഞാൻ വേഗം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പാർട്ടിക്കാരൻ പവിയേട്ടനായിരുന്നു അത്. ഞാൻ വേഗം കോൾ എടുത്തു. ഡാ, നീ ഇതെവിടെയാ? ഇവിടെ എല്ലാവരും എത്തി, പവിയേട്ടൻ പറഞ്ഞു. ആ പവിയേട്ട, ഞാൻ കടയിലാണ്. 5 മണിയാവും ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങടാ. നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇലക്ഷൻ ഇങ്ങോട്ട് അടുത്തില്ലേ? അത് പവിയേട്ട, എൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്താൽ പോരെ? ഞാൻ ചോദിച്ചു. അല്ലടാ, നീയൊക്കെ ഉണ്ടായാല പാർട്ടിക്കൊരു ബലം. നീ ഒന്ന് വാടാ. ഓക്കെ, ഞാൻ എത്താൻ നോക്കാം. നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഓണർ വന്ന പാടെ കാര്യം പറഞ്ഞു. ഞാൻ പവിയേട്ടൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞാൻ വിചാരിച്ചത് 19 പേരെങ്കിലും കാണുമെന്നാണ്. അവിടെ ചെന്ന് ഞാൻ കണ്ടത് ആകെ ഒരു 5-6 ആൾക്കാരെയാണ്. എന്നെ കണ്ട പവിയേട്ടൻ ഓടി വന്ന് എന്നെ സ്വീകരിച്ചു. എൻ്റെ അടുത്ത് നിന്ന എൻ്റെ ഒരു നാട്ടുകാരനോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഇത്ര പേരേ ഉള്ളൂ? ആ, കുറച്ച് പേര് വന്ന് പോയി എന്നയാൾ പറഞ്ഞു. അല്ല, അപ്പോൾ ചർച്ചയൊക്കെ കഴിഞ്ഞോ? ഞാൻ അയാളോട് ചോദിച്ചു. ആ, അതൊക്കെ കഴിഞ്ഞു. നിൻ്റെ ഏരിയയിൽ നീയാണ് യൂത്ത് സെക്രട്ടറി. ഞാനോ? അതെ, നീ 2-ാം വാർഡിലല്ലേ? ആ, അതെ. ആ, അപ്പോൾ നീ തന്നെയാ. ഞാനോ? ഇതുവരെ പാർട്ടിയുടെ ഒരു പരിപാടിക്കും പോകാത്ത എന്നെ പിടിച്ച് എന്തിനാണെന്നാവോ ഇവർ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. അതൊക്കെ അവരുടെ ഒരു പ്ലാനാ. അതൊക്കെ നിനക്ക് പിന്നെ മനസ്സിലാക്കും, അയാൾ പറഞ്ഞു. പെട്ടെന്നൊരു ഗ്ലാസ് സർബത്തുമായി ഒരു ആൻറ്റി എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, അത് കുടിച്ചോ? പവിയേട്ടൻ അത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നീയാണ് 2-ാം വാർഡിലെ സെക്രട്ടറി. ഈ പ്രാവശ്യം നമുക്കവിടെ പൊളിക്കണം, പവിയേട്ടൻ പറഞ്ഞു. അയ്യോ, അതെന്തിനാ പവിയേട്ട എന്നെ ആക്കിയത്? അവിടെ വേറെ എത്ര ചക്കന്മാരുണ്ട്? ഞാൻ പവിയേട്ടനോട് ചോദിച്ചു. അവരൊന്നും ഒരു സ്ട്രോങ് ഇല്ല. നീയാകുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടാവും. പവിയേട്ടൻ എന്നെ ഒന്ന് പൊക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാനൊന്നും മിണ്ടാതെ പവിയേട്ടൻ പറയുന്നത് കേട്ടു നിന്നു. അപ്പോൾ ഒരു നല്ല തടിയും കാണാൻ നല്ല സുന്ദരിയുമായ ഒരു ആൻറ്റി പവിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാ അർത്ഥത്തിലും ഒരു കിടിലൻ ആൻറ്റി. എടാ, ഇതെൻ്റെ ഭാര്യ വീണ. പവിയേട്ടൻ ആ ആൻറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തി. ഞാൻ ആ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എവിടെയോ കണ്ട നല്ല പരിചയം. ഞാൻ വീണ്ടും ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താടാ, നിനക്ക് ഇവളെ അറിയോ? പവിയേട്ടൻ ചോദിച്ചു. ഇല്ല,
പക്ഷേ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചു. പവിയേട്ടൻ പറഞ്ഞു, അത് ചിലപ്പോൾ പുറത്തെവിടെയെങ്കിലും വെച്ച് നീ കണ്ടതാകുമെന്ന്. ഞാൻ അതേന്ന് പറഞ്ഞ് തലയാട്ടി നിന്നു. ഇവനാണോ 2ാം വാർഡിലെ സെക്രട്ടറി? ആ ആൻറ്റി ചോദിച്ചു. ആ അതെ, എങ്ങനെയുണ്ട്? നമ്മുടെ മരിച്ചുപോയ കുമാരേട്ടൻ്റെ മകനാ, പവിയേട്ടൻ ആൻറ്റിയോട് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ ആൻറ്റിയെ ഞാൻ എവിടെ വെച്ചാണ് കണ്ടതെന്ന് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ആ ഫോട്ടോസ് ഓർമ്മയിലേക്ക് വന്നത്. ഇതെന്ന് രാജേട്ടൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട ആ സ്ത്രീയാണല്ലോ. ഞാൻ വീണ്ടും ഒന്നുകൂടി നോക്കി ഉറപ്പ് വരുത്തി. അതെ, ഇതാ സ്ത്രീ തന്നെ. രാജേട്ടൻ ശോഭിച്ചിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത അതേ ഗ്രൂപ്പിൽ കണ്ട സ്ത്രീ. അന്ന് കണ്ടപ്പോൾ തന്നെ എന്നെ വിറപ്പിച്ച മുതൽ. എന്നാലും ഇവരെങ്ങനെ അവിടെ എത്തി? ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.